AV ബൈജു ശിരൂരിൽ നിന്ന് തത്സമയം ഉണ്ട്. ബൈജു, ഇപ്പോൾ രവീന്ദ്രൻ അർജുൻ്റെ കുടുംബ സുഹൃത്താണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലായിരുന്ന കുടുംബം ഇപ്പോൾ അവർ ആകെ ഒരു നിരാശയുടെ പടുകുഴിയിൽ വീണ സാഹചര്യം കൂടിയുണ്ട്. ഇത്രയും ദിവസമായല്ലോ, 6ാം ദിവസത്തിലേക്ക് എത്തി. ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ബൈജു? എൽദോ, അവസാന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് വളരെ നിർണായകമാണ്. കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. ഏത് സമയത്തും ലോറി കണ്ടെത്തും എന്ന രീതിയിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തകർ നമ്മോട് പങ്കുവെക്കുന്നതും. ഞാനിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയുണ്ട്. ഇവിടെ നിന്നും മാറി നിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഏത് സമയത്തും നമ്മളെ ഇവിടെ നിന്നും താഴെ, അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഭാഗത്തേക്ക് നമ്മളെ മാറ്റാം. പക്ഷേ അപ്പോഴും നമ്മൾ ഏതായാലും ആശ്വാസ വാർത്ത നമുക്ക് നൽകാനുള്ളത് ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നതാണ്. വളരെ വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം അത്രത്തോളം വേഗതയിൽ വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം ഈ സൈന്യം ഏത് സമയത്തും ഇവിടെ എത്തും. അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ അത് വലിയ സൗകര്യമാവും. ഈ അർജുൻ യാത്ര ചെയ്ത ലോറി അർജുൻ അതോടൊപ്പം നാട്ടുകാരായ ആളുകളും ഈ കാണുന്ന മണ്ണിനടിയിലുണ്ട്. അവര് ജീവനോടെ ഉണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ അവസാന നിമിഷത്തിലും പങ്കുവെക്കുന്നത്. അർജുനും ഈ വാഹനത്തിനകത്ത് സുരക്ഷിതനായി ഉണ്ടാകും. ജീവൻ തുടിക്കുന്ന ആ അർജുനെ നമുക്ക് ലഭിക്കും. ഏത് സമയത്തും തിരിച്ച് നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾക്കൊന്നും ഇതുവരെ ഒരു ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ആശങ്ക പ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അത്തരത്തിൽ കാലാവസ്ഥയും വളരെ നല്ല കാലാവസ്ഥയാണ്. ഇടയ്ക്ക് മഴ വന്ന് പോകാറുണ്ടെങ്കിലും പക്ഷേ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. രക്ഷാപ്രവർത്തനത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം എങ്ങനെയാണോ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായത് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തുന്നതുകൊണ്ടാവും. ഒപ്പം സൈന്യത്തിന്റെ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുന്നതുകൊണ്ടാകാം ഇന്ന് മുഴുവൻ സംവിധാനവും, കർണാടക സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിന്റെ മാറ്റം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇന്നലത്തെ ദൃശ്യവും നമുക്ക് ഇന്നത്തെയും നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മളിവിടെ നിരന്തരം വന്ന ഒരാളെന്ന നിലയിലാണ് ഇന്നലെ വരുമ്പോൾ വലിയ ഭീകരതയായിരുന്നു. അത്രത്തോളം മണ്ണും കല്ലും ഒക്കെ അടിഞ്ഞുകൂടിയിരുന്നു. അത് എല്ലാം മാറ്റി ഇപ്പോൾ ആ പാത, 4 വരി പാത കൃത്യമായി കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ ലോറി കണ്ടെത്തുന്ന ഒരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം റഡാർ സിഗ്നൽ ലഭിച്ച ആ സ്ഥലം, നമ്മുടെ അർജുൻ സഞ്ചരിച്ച ആ ലോറിയുള്ള പ്രദേശം, ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ലോറികളിലാക്കി ഇത്തരത്തിൽ ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്നു. അതിന് നിരവധി ഇത്തരത്തിലുള്ള ലോറികളുണ്ട്. ആ ലോറികളെല്ലാം സജ്ജമാണ്. ഒപ്പം ഫയർഫോഴ്സിന്റെ സേവനവും ഇവിടെ ഏത് സമയത്തും അടിയന്തര ഘട്ടത്തിൽ ഉണ്ട്. ആംബുലൻസ് സൗകര്യമുണ്ട്. ആ ജീവൻ തുടിക്കുന്ന അർജുനെ ഏത് സമയത്തും തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ. ജിതിനുണ്ട്, അതായത് അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ്, അദ്ദേഹമുണ്ട്. ഒപ്പം പ്രസാദ് ഉണ്ട്. പ്രസാദ് അർജുന്റെ സഹോദരനാണ്. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം അർജുന്റെ ബൈറ്റ് ഉൾപ്പെടെ നമ്മൾ ഓരോ നിമിഷവും ഇതിന്റെ ആശങ്ക അവർക്കുണ്ടാകുമ്പോഴും നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു, അധികാരികളിലേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിൽ നിരന്തരം നമ്മളുടെ ഭാഗത്തു നിന്നും എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളും ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളും അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ മിനിറ്റിലും അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. പക്ഷേ ഇപ്പോഴും ആശ്വാസം, ജീവനോടെ തന്നെ തിരിച്ചു കിട്ടും എന്നൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വലിയ ദുരന്തമുണ്ടാകുന്ന തരത്തിൽ ആ ലോറിക്കകത്താണെങ്കിൽ സാധ്യത ഇല്ല. അത് ജീവനോടെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. മഴ ഇപ്പോഴും നേരിയ തോതിലുള്ള മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മാറി മറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊന്നും ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും എന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് ഉൾപ്പെടെ ഈ രക്ഷാ ദൗത്യത്തിന് പങ്കാളിയാവുന്ന രഞ്ജിത്ത് ഉൾപ്പെടെ പറഞ്ഞത്. നല്ല കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ വീശുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ ഇനി വരുന്ന 4 ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം നല്ല തോതിൽ പുരോഗമനം ഇന്നുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ സമാനമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഈ അർജുന്റെ വാഹനത്തെയും പുറത്ത് എത്തിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അത്രയും സമയം ഇവർ ഈ അധികാരികൾ കളഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ ഇന്ന് അതിനൊരു വേഗത വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. കാരണം വലിയ ഇടപെടലുണ്ടായി. KC വേണുഗോപാൽ ഉൾപ്പെടെ DK ശിവകുമാറിനെ ബന്ധപ്പെട്ട് കലക്ടറുടെ റിപ്പോർട്ട് തേടി. ഇതിലേറ്റവും പ്രധാനം എൽദോ ഈ കലക്ടറെ കുറിച്ചുള്ള ഇവിടുത്തെ സ്ഥലം കാർവാർ MLA-യുടെ പ്രതികരണം തന്നെയാണ്. കലക്ടർക്ക് പരിചയക്കുറവ് ഉണ്ട് എന്ന ഒരു സമ്മതിക്കുന്ന ഒരു ബൈറ്റ് അദ്ദേഹം അല്പസമയം മുമ്പ് നമുക്ക് നൽകിയുണ്ടായി. അത് ഇന്നലെയും അദ്ദേഹം കന്നഡ മാധ്യമങ്ങൾക്ക് നൽകുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ഇംഗ്ലീഷ് ബൈറ്റ് ആകുമ്പോഴേക്കും അദ്ദേഹം അത് കൃത്യമായി പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കന്നഡ ബൈറ്റിൽ അദ്ദേഹം കൃത്യമായി അത് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് AKM അഷ്റഫ് MLA ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും അത് വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. ഏതായാലും വളരെ വൈകിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗത കൈവന്നത് എന്നത് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആശങ്കയുടെ ഓരോ മണിക്കൂറുകൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ